love. Heal and forgive. He lived and died to buy my pardon. An empty grave is there to prove my Savior lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds my future, and life is worth living just because He lives. How sweet to hold a newborn baby and feel the cries and joy He gives. But greater still, the chroma assurance, this child can face certain days because He lives. Because He lives, I can face tomorrow. Because He lives, all fear is gone. Because I know He holds my future, and life is worth living just because He lives. Thank you. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തിരുമല ബ്രദറൻ അസംബ്ലി സൺഡേ സ്കൂളിൻ്റെ 2025-26 ബാച്ചിൻ്റെ ഒരു ചെറിയ റിപ്പോർട്ടാണ് ഞാനിവിടെ പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെയായിരുന്നു. ദൈവസ്നേഹം, ദൈവവചനത്തിൻ്റെ മൂല്യം എന്നിവ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. ഡിഫറൻറ്റ് ഏജ് ഗ്രൂപ്പിനുള്ള കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ലെസൺസ് ആൻഡ് ആക്ടിവിറ്റീസ് ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. സ്പിരിച്വലി, ഇമോഷണലി ആൻഡ് സോഷ്യലി കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ആകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. ഒരു ക്ലാസ്സിന് ഒന്നിലധികം മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരു മാസത്തിൽ ആദ്യത്തെ സൺഡേ ബാലസംഘത്തിനായി വേർതിരിച്ചിരുന്നു. സ്കിൽ ഡെവലപ്മെൻറ്റിനായി ഈ സമയം ഉപയോഗിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ സ്പീച്ച്, ഡ്രോയിങ്, റൈറ്റിംഗ്, സ്പിരിച്വൽ വീഡിയോ എഡിറ്റിംഗ് മുതലായവ. 5 ഡിഫറെൻറ്റ് ക്ലാസ്സസായി ഡിവൈഡ് ചെയ്തിരുന്നു സ്റ്റുഡൻസിനെ. നഴ്സറി, പ്രൈമറി സ്റ്റുഡൻസ്, ടീനേജേഴ്സ്, കോളേജ് സ്റ്റുഡൻസ്, സീനിയർ ക്ലാസ് ഫോർ ഓൾ പേരൻസ് ആൻഡ് എൽഡേഴ്സ്. തീം ഡിപ്പെൻഡൻസി ഓൺ ദ ലോഡ് ആയിരുന്നു. ഷെഡ്യൂളിംഗ് ഓഫ് ക്ലാസ്: ഫസ്റ്റ് സൺഡേ ബാലസംഘം, സെക്കൻഡ് ആൻഡ് തേർഡ് സൺഡേ ലെസൺ ആൻഡ് മെമ്മറി വേഴ്സ്, ഫോർത്ത് സൺഡേ ആക്ടിവിറ്റീസ് ആൻഡ് റിവിഷൻ, ടെസ്റ്റിമണി എക്സെട്ര ആയിരുന്നു. എല്ലാ ക്ലാസ്സുകൾക്കും ഡിപ്പെൻഡൻസി ഓൺ ദ ലോഡ് എന്ന തീമിനെ ബേസ് ചെയ്ത് 10 ലെസൺസ് ഉണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിലും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ബൈബിൾ ക്യാരക്ടറിനെ പറ്റി ക്ലാസ് എടുത്തിരുന്നു. അവരുടെ ലൈഫിനെ അവലോകനം ചെയ്ത് അവരുടെ സ്ട്രഗിൾസിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച വിധത്തെ പറ്റിയും ക്ലാസ് എടുത്തിരുന്നു. ലെസൺസിന് കണക്റ്റഡ് ആയിട്ടുള്ള മെമ്മറി വേഴ്സസും കൊടുത്തിരുന്നു. കോളേജ് സ്റ്റുഡൻസ് ക്ലാസ്സിന് ഡിപ്പെൻഡൻസി ഓൺ ഗോഡ് എന്ന തീമിൽ 10 ലെസൺസ് എടുത്തു. ഗോഡ് സോവറിറ്റി, ഓംനിപൊട്ടൻസ്, ഹോളിനെസ് ആൻഡ് പെർഫെക്ഷൻ, ഇറ്റേണൽ നേച്ചർ, വേരിയസ് വേൾഡ് വ്യൂസ്, നോൺ തീയിസം, ഹ്യൂമനിസം, ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ, സറണ്ടർ ടു ഗോഡ്സ് വിൽ ആൻഡ് അബൈഡിങ് ഇൻ ഗോഡ്സ് പ്രസൻസ്. ഈ സിലബസിൽ ഉൾപ്പെടാത്ത ചില ലെസൺസ് കൂടെ ഞങ്ങൾ സീനിയർ ക്ലാസ്സിന് എടുത്തിരുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർഷിപ്പ് ആൻഡ് പ്രെയർ, അതുപോലെ ഫൈൻഡിങ് ഗോഡ്സ് വിൽ, ഗോഡ്സ് സോവറിൻ വിൽ, ജനറൽ വിൽ, സ്പെസിഫിക് വിൽ, ഇവയെപ്പറ്റിയൊക്കെ ക്ലാസ് എടുത്തിരുന്നു. ഡിബേറ്റുകൾ നടത്തിയിരുന്നു. എല്ലാ ആഴ്ചയിലും മെമ്മറി വേഴ്സസ് കൊടുത്തിരുന്നു. അതുപോലെ ക്വയറ്റ് ടൈം നോട്ട്സ് കുട്ടികൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടു തരുമായിരുന്നു. അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇവാലുവേഷൻ ഞങ്ങൾ ചില പാരാമീറ്റേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചായിരുന്നു ഓരോ കുട്ടിയെയും ഇവാലുവേറ്റ് ചെയ്തിരുന്നത്. ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ, ഒബീഡിയൻസ് ടു എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, പാർട്ടിസിപ്പേഷൻ ആക്ടിവിറ്റീസ്, മെമ്മറി വേർഡ്സ്, അറ്റൻഡൻസ്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലെസൺസ്, ക്വയറ്റ് ടൈം, പ്രെയർ ലൈഫ്, ഫെലോഷിപ്പ് ആൻഡ് ചർച്ച് പാർട്ടിസിപ്പേഷൻ, വർഷിപ്പ്, ഫെയ്ത്ത് ഇൻ ആക്ഷൻ, ഇവാഞ്ചലിസം ആൻഡ് ഷെയറിംഗ് ഫെയ്ത്ത്, സീക്കിംഗ് ഗോഡ്സ് വിൽ, ഫീഡ്ബാക്ക് ഫ്രം പേരൻസ്. ഈ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തായിരുന്നു ഓരോ കുട്ടിയെയും ഇവാലുവേറ്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ഒരു വർഷം
ദൈവം നടത്തി. എല്ലാ ടീച്ചേഴ്സിനെയും സഹായിച്ചു, കുഞ്ഞുങ്ങളെയും സഹായിച്ചു. താങ്ക് യു. Leviticus, Numbers, Deuteronomy, Joshua, Judges, Ruth, 1 Samuel, 2 Samuel, 1 King, 2 King, 1 Chronicles, 2 Chronicles, Ezra, Nehemiah, Esther, Job, Psalms, Proverbs, Ecclesiastes, Song of Songs, Isaiah, Jeremiah, Lamentations, Ezekiel, Daniel, Hoshana, Joel, Micah, Amos, Obadiah. Joel, Micah, Nahum, Habakkuk, Zephaniah, Malachi, Matthew, Mark, Luke, John, Acts, Romans, 1 Corinthians, 2 Corinthians, Galatia, Ephesians, Transparents, Colossians, 1 Thessalonians, 2 Thessalonians, 1 Timothy, 2 Timothy, Titus, Philemon, Hebrew, James, 1 Peter, 2 Peter, 1 John, 2 John, 3 John, Jude, Revelation.
Thank you. Praise the Lord. My name is Abigail Anna Saji, and today I'm going to share few lessons that I personally learned on the topic waiting upon the Lord. I don't know anyone who likes to wait. Do you? I don't think so. Waiting is hard work, and at times it even tests our faith. It gets extremely difficult when there are no guarantees that our waiting would ever end in this lifetime. Desires we long for, prayers we have been praying, and news that we all long to hear can all tempt us to be discouraged, impatient, to worry, and even think if God cares. Let me begin to share my thoughts by reading a passage from the Bible, Isaiah 40, verse 31, which says, "But they that wait upon the Lord shall renew their strength. They shall mount up with wings as eagles. They shall run and not be weary, and they shall walk and not faint." Waiting upon the Lord means placing your hope, trust, and confidence in Him with eager anticipation. It is not an act and passive idle waiting, rather, it's an active pursuit of His presence through prayer, endurance, and quiet faith, trusting in His perfect timing, which will bring about the right outcomes. It allows God to work on your behalf, building your character and bringing the peace and serenity amidst challenging circumstances. So, be of good courage and wait upon the Lord. Let heavens work on your behalf, and you will become a greater vessel for His glory. Thank you, and may God bless you all. Hi friends. Hi, Jeremy. Yeah, friends, I have a few doubts. Can you help me clear it? Of course, we will do our best. I was reading Bible, and in the book of Job, God was asking Job, where was he when the foundation of earth was laid? Actually, from that moment, I was curious. Where's actually the foundation of earth laid? Jeremy, let me check in the Google. Scientifically speaking, the earth doesn't have a literal foundation or cornerstone. It was formed through a dynamic cosmic process over billions of years ago. Jeremy, in Bible it is the creative act and sovereignty of God who created the world in the beginning. In Psalms 20 verse 4 states that God founded it upon the seas and established it upon the waters. What? Then the earth will always be flooded, right? No, Jeremy and Agash, the verse is poetic, expressing God's authority over creation. It just says that God is the creator. The word used for foundation is just to set up. Even a ship has to be set up before it's created. Though it is a seafaring vessel, it is said that the earth is established upon the waters, because the earth was covered by water and the dry earth came out of the water. Just read Proverbs 8 verse 29. It says, "When he gave the sea its boundaries, so the waters would not overstep his command, and when he marked out the found action of the earth." Oh, then God's great. But how can a person create earth out of nothing? Jeremy, a person can't create earth out of nothing. Let me Google it. According to modern science, the universe began from an unimaginary dense of around 13.8 billion years ago, often called the Big Bang. Then from where did that unimaginary dense and hot state come from? Jeremy, that's a mystery in science. The Bible teaches that God created everything by his power, this idea is often called creator ex nihilo, creation out of nothing. Since God is eternal and source of everything, he doesn't matter on pre-existing matter to create the universe. Kullalo. That means God existed. God existed before the universe, before science and philosophy. He is the source of everything, and everything came through him. Yes, Jeremy, it's true. Even science has got limitations, but God hasn't. So now stop searching Google for hours and start digging the truths in the Bible. Yes, Okay. we will. Thank you.
പണ്ട് യാക്കോബ് എന്ന മനുഷ്യന് 12 മക്കളുണ്ടായിരുന്നു. അതിൽ യോസെഫ് അവന് പ്രിയപ്പെട്ട മകനായിരുന്നു. അതുകൊണ്ട് യാക്കോബ് യോസെഫിന് ഒരു നിറമുള്ള പ്രത്യേക വസ്ത്രം കൊടുത്തു. ഇത് കണ്ട സഹോദരന്മാർക്ക് യോസെഫിനോട് അസൂയ തോന്നി. പിന്നീട് ഒരു ദിവസം യോസെഫ് ഒരു സ്വപ്നം കണ്ടു. അതിൽ യോസെഫിനെ എല്ലാവരും നമസ്കരിക്കുന്ന പോലെ തോന്നി. ഇത് കേട്ട സഹോദരന്മാർക്ക് അവനോട് കൂടുതൽ കോപമായി. പിന്നീട് ഒരു ദിവസം യോസെഫിൻ്റെ സഹോദരന്മാർ പിടിച്ച് ഒരു പൊട്ടക്കുഴിയിൽ തള്ളിയിട്ടു. എന്നിട്ട് യോസെഫിനെ വ്യാപാരികൾക്ക് അടിമയായി വിറ്റു. യോസെഫ് അങ്ങനെ ഈ ഈജിപ്തിലെത്തി. പിന്നീടൊരു ദിവസം അവനെ തെറ്റെ കുടപ്പെടുത്തി ജയിലിലടച്ചു. ഈജിപ്തിലെ രാജാവിൻ്റെ പേര് ഫറവോൻ എന്നായിരുന്നു. ഒരു ദിവസം ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. അത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ യോസെഫിനെ വിളിച്ചു. ദൈവത്തിൻ്റെ സഹായത്തോടെ യോസെഫ് പറഞ്ഞു, 7 വർഷം സമൃദ്ധി ഉണ്ടാകും, പിന്നീടുള്ള 7 വർഷം ക്ഷേമം വരും. ഇത് കേട്ട ഫറവോന് നല്ല സന്തോഷമായി. ഫറവോനെ അവിടുത്തെ പ്രധാനമന്ത്രിയാക്കി. അങ്ങനെ ക്ഷാമകാലമാണ്. യോസെഫിൻ്റെ സഹോദരന്മാർ ഭക്ഷണം തേടി ഈജിപ്തിലെത്തി. അവർക്ക് യോസെഫ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ യോസെഫ് അവരെ തിരിച്ചറിഞ്ഞു. അവരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. നിങ്ങളെനിക്ക് ദോഷം ചെയ്തു, പക്ഷേ ദൈവത്തിന് നന്മയായി മാറ്റി. ഇതിൽ നിന്നുള്ള ഗുണപാഠമാണ് അസൂയ തെറ്റാണ്. എന്നാൽ എല്ലാവരെയും വിശ്വസിക്കുന്നവരും നല്ലവരുമായിരിക്കണം. നന്ദി. Good afternoon, everyone. Today, on this joyful Sunday School anniversary, I would like to recite a few of God's words from the Bible. John chapter 3, verses 16. For God so loved the world that he gave his one and only Son, that whoever believes in him will not perish and have eternal life. Philippians 4, verses 13. I can do all things through Christ who strengthens me. Proverbs 3, verses 5. Trust in the Lord with all your heart and lean not on your own understanding. Isaiah 41, verses 10. Fear not, for I am with you. Be not dismayed, for I am your God. I will strengthen you and help you. I will uphold you with my righteous hand. Joshua 1, verses 9. Be strong and courageous. Do not be afraid. Do not be discouraged. For the Lord your God will be with you wherever you go. Thank you. Praise the Lord. Hello everyone. Today I am going to say the 7 attributes of God that were given to Isaac, Abraham and Jacob, and the 7 attributes. First I am going to say the 7 promises of God. I did not reject you but chose you. Do not be afraid, for I am with you. I am the unchanging God. I am your God. I will save you. I will love you. I will protect and save you. I will protect and save you. I will protect you. I will bless you and you will be a blessing towards all the people in you. Now I'll say the 7 attributes. His love is unknowable. His riches are unsearchable. His glory is unspeakable. His ways are untraceable. His ways are untraceable. His peace is inexhaustible, and his grace is unfathomable. He himself is unsurpassable. Thank you and have a nice day.
ഒരു ശനിയാഴ്ച ദിവസം കൂട്ടുകാർ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ. ഹായ് ആകാശ്. ഹായ് ജെറമി. ഹായ് ദിയ. ഹായ് ആരാധന. ഹായ്. ഹായ് ആകാശ് ആൻഡ് ജെർമി. ഹായ് ഗൈസ്. സൺഡേ സ്കൂളിൽ ആൻറ്റി വായിച്ചു പഠിക്കാൻ പറഞ്ഞ മെമ്മറി വേഴ്സ് വായിച്ചു പഠിച്ചായിരുന്നോ? ഇല്ല ജെറമി, വാ നമുക്ക് ഒരുമിച്ച് വായിച്ചു പഠിക്കാം. റോമൻ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം എല്ലാ മനുഷ്യരിലും പടർന്നിരിക്കുന്നു. അല്ല, ഇനി ഒരെണ്ണം കൂടിയില്ലേ? റോമർ 5:18 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകന്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതികരണവും വന്നു. ഇതൊക്കെ ആര് വിശ്വസിക്കാൻ? ചുമ്മാ ഓരോരുത്തർ ഓരോ സ്റ്റോറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല ജെറമി, ഇതിലൊക്കെ ഒത്തിരി സത്യമില്ലാതിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞ് ഈ കഥയിൽ ആരെങ്കിലും ഓർത്തിരിക്കുമോ? അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജനറേഷനിലുള്ളവരെ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? ആ പറഞ്ഞത് ശരിയാ. പക്ഷേ നമ്മുടെ അടുത്തൊരു ടൈം ട്രാവലർ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പഴയ കാലത്ത് പോയി ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഇത് സത്യമാണോ അല്ലയോ എന്ന്. അയ്യോ, ആരോ പിടിച്ചു അയ്യോ, വലിക്കുന്ന പോലെ ഇനിയും തോന്നുന്നു. വലിക്കുന്നത് പോലെ. ഇതേതോ എക്കോ പാർക്കാണെന്ന് തോന്നുന്നു. ഫോൺ നോക്കിയിട്ട് റേഞ്ചും കിട്ടുന്നില്ല. ഇത് ഏതൻ ഗാർഡൻ ആണെന്ന് തോന്നുന്നു. ദാണ്ടെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ആ ശരിയാ, ഇത് ഏതൻ ഗാർഡൻ തന്നെയാ. അയ്യോ ദൈവമേ, നീ ഇവിടെ എന്തൊക്കെയാവോ നടക്കാൻ പോകുന്നത്? ആ മരം കൊള്ളാലോ. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ഹൗവ എന്ത് ചെയ്യുക? ഇവിടെ ഒത്തിരി വൃക്ഷങ്ങളുണ്ടല്ലോ. ആ പഴങ്ങളൊക്കെ നോക്കിക്കേ, പഴുത്ത് തുടുത്ത് നിൽക്കുക. ഇതൊക്കെ എന്തോ പറിച്ചു കഴിക്കാത്തെ? അല്ല, നിങ്ങളോട് ദൈവം ഇത് ഏതേലും വൃക്ഷത്തിന് പഴം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? We may eat fruit from the trees in the garden, but God did say, you may not eat fruit from the tree that is in the middle of the garden, and you must never touch it, or you will die. കണ്ടോടാ, അന്നത്തെ കാലത്തെ ഗേൾസും ഇന്നത്തെ കാലത്തെ ഗേൾസും കണക്കാ. ദൈവം നന്മ തിന്മയെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം തിന്നരുത്, തിന്നാലല്ലേ മറിക്കുമെന്ന് പറഞ്ഞ്, എന്നിട്ട് ഈ പെണ്ണെന്താ കയ്യിൽ നിന്ന് ഡയലോഗ് ഇട്ടോ തുടരുതെന്നൊക്കെ പറയുന്നത്? ഹൗവ, നിങ്ങൾ മരിക്കത്തില്ല, നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. എന്നാ പിന്നെ അങ്ങ് പറിച്ചു കഴിച്ചൂടെ? നോക്കടാ ജെറമി, ദൈവം പറഞ്ഞ എത്ര ശരിയാ. പിശാചി സത്യത്തെ വളച്ചൊടിച്ചാണ് ഹർവിയോട് പറയുന്നത്. എല്ലാവരും മിണ്ടാതിരിക്കുക, സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. ഓക്കെ, നൗ സൈലൻസ് പ്ലീസ്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, തൻ്റെ ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ രണ്ടുപേരുടെയും കണ്ണു തുറന്നു. ഇതിനു മുൻപ് ഒരിക്കൽ പോലും തിന്നിട്ടില്ലാത്ത ആ ഫലം തിന്മാൻ നല്ലത് എന്ന് ഹൗവ എങ്ങനെ അറിഞ്ഞു? ഈ ലോകത്തിലെ ഭംഗിയുള്ളതെല്ലാം നമ്മൾ ദൈവമക്കൾക്ക് ചേർന്നതല്ല. ദൈവം നോ പറഞ്ഞതിനെ സാത്താൻ എത്ര പോളിഷ് ചെയ്ത് പറഞ്ഞാലും കുഞ്ഞുങ്ങളെ, നിങ്ങൾ ട്രാപ്പിലാവരുത്. സേ നോ ടു ദോസ് തിങ്സ് ദാറ്റ് ഗോഡ് സെഡ് നോ. എൻ്റെ ദൈവമേ, ആ പുള്ളിക്കാരത്തിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ ഫലം പറിച്ച് തിന്നാൻ? ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമോ എന്തോ. ബ്രോ, ഇവിടെ മൊത്തം സീന് കോൺട്രയാണല്ലോ. പിന്നെ പുള്ളിക്കാരത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാതിരി ട്വിസ്റ്റ് ട്രൂത്ത് അല്ല പാമ്പ് പറഞ്ഞത്. ആരെന്ത് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കരുതായിരുന്നു. ഈ പഴം കഴിക്കരുതായിരുന്നു. യു നോ ദിയ, ടെംപ്ടേഷൻസ് ആർ ഹാർഡ് ടു സർവൈവ്. പക്ഷെ നമ്മളിപ്പോൾ കേട്ട ആ ഗംഭീര ശബ്ദം വീണ്ടും കേൾക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മനുഷ്യ, നീ എവിടെ? ദൈവം ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ആദോ ഹൗവ എവിടെ?
ദോ ആ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു. ഇനി അവർ ഈ ജന്മത്തെ പുറത്തു വരില്ല. അമ്മാതിരി പണിയല്ലേ അവർ ദൈവത്തോട് ചെയ്തത്. ദൈവത്തിൻ്റെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ മനുഷ്യന് സാധിച്ചില്ല. താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നു മാത്രമല്ല, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നും എന്നേക്കുമുള്ള ഒരു അകൽച്ച സംഭവിച്ചു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ ആത്മീയവും ശാരീരികവുമായുള്ള മരണവും ലോകത്തിൽ വന്നു. ഇത് ഇന്നും മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. Where were you guys? I was searching for you. അയ്യോ, ഇവളെയല്ലേ നമ്മൾ അവിടെ വെച്ച് കണ്ടത്. നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുവാണോ? ഹെർമൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ ജംഗ്ഷനിൽ പോകുന്നില്ലേ? അയ്യോ, ഇവനെയല്ലേ നമ്മൾ അവിടെ കണ്ടത്. Come, let's go. പ്രസംഗം തുടങ്ങാറായി. അതേ പ്രിയമുള്ളവരെ, ഇപ്പോഴും ദൈവം നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യ നീ എവിടെ? മനുഷ്യ നീ എവിടെ? പാപം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാനായി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞു. മനുഷ്യരാശിയുടെ പാപവും അതിൻ്റെ ശിക്ഷ മുഴുവനും പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിന്മേലാക്കി. ഇന്ന് ആ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തോട് അടുത്തു ചെല്ലുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. അതിനായി ദൈവം നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യ നീ എവിടെ? അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. എലേലേലേ 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 എലേലേലേ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു, ഹേ 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 7 വട്ടം നടന്നു, ഹോ 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 ഹോ. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു, 7 വട്ടം ഊതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ചപ്പം 2 മീനും യേശു വാഴ്ത്തിയതു പ്രാർത്ഥിച്ചപ്പോൾ. അഞ്ചപ്പം 2 മീനും
യേശു വാഴ്ത്തിയതു പ്രാർത്ഥിച്ചപ്പോൾ 5000 പേരെ ഹേ 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 തൃപ്തരായി തീർന്നു. ഹോ 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 5000 പേരെ തൃപ്തരായി തീർന്നു. ബാക്കിയൊപ്പം 12 കുട്ടകളിൽ നിറച്ചു. എലേലേലേ 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 എലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്. എലേലേലേ 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 എലേലേലേ. Thank you. ഒന്നൂടെ. God.
us have read the Bible many times. We know about Noah, David, Moses, and the miracles of Jesus. But sometimes the most fascinating truths in the Bible are not the stories themselves, but the hidden patterns behind them. Today, I would like to share a few observations and facts that I found interesting. They are not new stories, but they help us see familiar passages with a fresh perspective. These patterns not only reveal how God worked in the past, but also how He continues to work in our lives today. Fact 1. One thing I've noticed is that many important moments in the Bible happened while having meals. For example, the Passover was a meal, the Last Supper was a meal, and even after resurrection, Jesus shared breakfast with His disciples. Perhaps disciples in the New Testament discovered something that we are failing to understand today. Even our deepest and most difficult conversations can find healing and comfort in the dinner table. I guess there's a lot of truth in the saying, a family that eats together stays together. Another pattern that I find interesting in the Bible is that God often worked through waiting periods. Joseph waited in prison, David waited years after being anointed king, and Moses spent 40 years in the wilderness. At that time, these seasons probably felt like delays or even disappointments, but they could not see that God was preparing them for something great. So, dear friends, sometimes when God seems silent in our lives, He is not absent. The waiting room of God is often the training room of God. Fact 3. One pattern that I find interesting in the Bible is that God often called people while they were working. Moses was tending sheep, David was tending sheep, Peter was fishing, and Matthew was collecting tax. None of them were looking for greatness that day. So sometimes God reveals His purpose not when we are searching for something spectacular, but when we are faithful in our ordinary responsibilities. Sometimes the next chapter of our life begins on what seems like an ordinary day. Another pattern that I find interesting in the Bible is that God often chooses people who are overlooked by others. For example, David was the youngest son, Gideon thought that he was the weakest, and Moses believed that he wasn't a good speaker. But what's interesting is that God didn't choose them because they were already qualified. He chose them and then equipped them. As it says in 1 Samuel 16:7, man looks at the outward appearance, but the Lord looks at the heart. This reminds us that Bible is not mainly a story about strong men serving God, but about a mighty God working through ordinary men like us. Fact 5. Did you know that Jesus asked hundreds of questions in the Gospels? For example, who do you say I am? Matthew 16:15. Why are you afraid? Matthew 8:26. Do you love me? John 21:15. What's interesting is that Jesus often taught His disciples through questions rather than long lectures. Even though He knew the answers to these questions, He asked them to make them think for themselves. Today, psychologists and educators have found that people often learn more deeply when they discover an answer within themselves rather than being simply told the answer. Long before modern psychology found this, Jesus already used people's questions to reach people's hearts and minds. As we have seen, Jesus often taught through questions. God frequently worked during seasons of waiting. He called His people while they were faithfully doing the ordinary work. He chose to discuss around the table to teach great truths to His disciples, and He chose men who were overlooked by others. These observations remind us that the Bible is more than just a collection of stories. It is one beautiful story about a God who seeks, prepares, and walks with His people. The more carefully we read the Bible, the more treasures we discover, not only in the great events, but also in the details. Thank you. God bless you all. Wide as the ocean, it's about deep as a deep sea is my Savior's love. Those of me, I am. For this who teaches
teaches me everywhere. വിസ്താരമാം മനം പൊരുന്നതനായി ആരതിപുരാതമാം രക്ഷകൻ സ്നേഹം ഞാനയോഗ്യനെങ്കിലും പൈത ഞാൻ തൻ വേദം ചൊല്ലുന്നു, തൻ സ്നേഹം ചൊല്ലുന്നെ എന്നും. ഹലോ സർ. ഹലോ മാം, വന്നിരിക്കൂ. വെൽക്കം ടു ഹെവൻലി ഇൻഷുറൻസ് കമ്പനി. അല്ല മോനെ, ഇവിടെ നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ? ഈ മുട്ടുവേദനയൊക്കെ ഉണ്ട് മാം. ഹെൽത്ത് ഇൻഷുറൻസ്, ബൈക്ക് ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോൾ ഇൻഷുറൻസും. സോൾ ഇൻഷുറൻസാ? കൂൾ. മന്ത്ലി എത്രയാ? പ്രീമിയം പേ ചെയ്യണ്ടേ? ഗൂഗിൾ പേ ഉണ്ടോ? നോ ക്യാഷ് സർ. സിനാരിയോ സിമ്പിളാണ്. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രം മതി. അതിൻ്റെ കൂടെ ഡെയിലി പ്രെയർ, ബൈബിൾ റീഡിങ്, പിന്നെ നല്ല ക്യാരക്ടർ മാത്രം മതി പ്രീമിയം. പൈസ വേണ്ടില്ലേ? ഇനി ക്യാഷ് ബാക്ക് വല്ലതും തരുമോ? പിന്നല്ലാതെ. എല്ലാ ഞായറാഴ്ച സൺഡേ സ്കൂൾ മുടങ്ങാതെ വന്നാൽ ഹെവൻലി ക്യാഷ് ബാക്ക് അഷ്യൂർഡ് ആണ്. ലോജിക്കൊക്കെ സെറ്റാണു. പക്ഷേ ഇതിന് വല്ല ഒരു ആപ്പും ഉണ്ടോ? ഗൂഗിൾ പ്ലേയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഉണ്ട്. പ്രെയർ ആപ്പ്. നോ 5G, നോ വൈഫൈ, നോ ഇൻ്റർനെറ്റ് ഇഷ്യൂസ്, ഡയറക്റ്റ് കണക്ഷൻ ടു ഹെവൻ. അല്ല മോനെ, പാസ്വേഡ് മറന്നുപോയാൽ എന്ത് ചെയ്യും? ലോഗൗട്ട് ആകുമില്ലേ? നോ ടെൻഷൻ മാം. ജസ്റ്റ് ജീസസ് ഫോർഗിവ് മീ എന്ന് മനസ്സ് തുറന്ന് അടിച്ചാൽ മാത്രം മതി. പിന്നെ പാസ്വേഡ് ഉടനെ റീസെറ്റ് ആവും. അപ്പോൾ എമർജൻസി സപ്പോർട്ട് എങ്ങനെ? കസ്റ്റമർ കെയർ വിളിച്ചാൽ ബിസി ആക്കുമോ? ബിസി ആയി ഞാൻ ട്രിഗർ ആവും. No way sir. Jesus support is 24/7. No waiting time, no bots. മലയാളത്തിന് 1 അടിക്കേണ്ട ആവശ്യവുമില്ല. ഡയറക്റ്റ് കോൾ ടു ഹെവൻ. അപ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് എപ്പോഴാ? ഈ എക്സ്പയറി ഡേറ്റ് എർത്ത് ലൈഫ് വരെയാണ്. പിന്നെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു ഫ്രീ ലൈഫ് ടൈം പ്രീമിയം അപ്ഗ്രേഡ് കിട്ടും. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ജീസസ് വരാറാകുമ്പോൾ വല്ല പുഷ് നോട്ടിഫിക്കേഷൻ വരുമോ? നോട്ടിഫിക്കേഷൻ ഒക്കെ പണ്ടേ ബൈബിൾ വന്നത്. നമ്മളെല്ലാം ക്ലിയർ ഓൾ അടിച്ചു. പിന്നെ റിയൽസ് കണ്ട് സമയം വേസ്റ്റ് ആകുമല്ലേ. എന്താ പിന്നെ ഡിലേ ആക്കണ്ട, നമ്മൾ ഇപ്പോൾ തന്നെ പോളിസി എടുക്കുന്നു. കൺഫേം. എങ്ങനെയാണ് ഫാമിലി കോംബോ പാക്കേജ്? ഞാൻ മക്കളെ പറഞ്ഞു വിടാം. സീൻ സേഫ് ആക്കാം. താങ്ക് യു ബ്രോ. കാർ ഇൻഷുറൻസും ബൈക്ക് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസ് എല്ലാം ടെമ്പററി ആണ് ഗൈസ്. ജീസസിൻ്റെ പ്രൊട്ടക്ഷൻ മാത്രമാണ് പെർമനൻറ്റ് സെക്യൂരിറ്റി. താങ്ക് യു.
to give. നല്ല മണം വരുന്നുണ്ട്. ബെൻസിക്കങ്ങളുടെ ട്രീറ്റ് ആണെന്നാ തോന്നുന്നത്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരിക്കും. ചിക്കൻ ബിരിയാണി തന്നെ കൺഫേം. ദൈവത്തിന് മഹത്വം. ഇന്ന് തന്നെ പ്രിയദാസനിലൂടെ ദൈവവചനം നമ്മോട് പങ്കുവച്ചതിനായിട്ട് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നാം കേട്ട ഈ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുകയും അതിന് ഒത്തവണ്ണം ജീവിക്കുവാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ. യേശു എത്ര നല്ലവനാണ്. യേശു ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കാണാൻ കഴിയാത്ത ഒരാൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. അവർ പാടിയതും പ്രാർത്ഥിച്ചതും അവനോടായിരുന്നു. അത് യേശുവായിരുന്നു. എൻ്റെ മക്കൾ എന്നെ ആരാധിക്കാൻ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അവരുടെ പാട്ടുകളും പ്രാർത്ഥനകളും എനിക്ക് സന്തോഷം നൽകുന്നു. ഇന്ന് ഞാൻ അവരോടൊപ്പം നടക്കാം. ഈ സഭാഹാളിന്റെ ചുമരുകൾക്കപ്പുറം അവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണാം. മോളെ വേഗം റെഡിയാവ്, ബൈബിൾ ക്ലാസ്സിന് പോണ്ടേ? അമ്മ ഇന്നും ബൈബിൾ ക്ലാസ്സിൽ പോണോ? ഒരാഴ്ച മൊത്തം സ്കൂളിൽ പോയതാ. ഇന്നെങ്കിലും കുറച്ച് ഉറങ്ങാൻ സമയം തന്നൂടെ? കൂട്ടുകാരോട് പോകാനായിരുന്നേ നേരത്തെ എഴുന്നേൽക്കുമായിരുന്നല്ലോ. അറ്റൻഡ് ചെയ്യാതെ എങ്ങനെ അറിയുന്ന ബൈബിൾ ക്ലാസ് നല്ലതാണോ അല്ലേന്ന്? ശരി, അടുത്ത ബൈബിൾ ക്ലാസ്സിന് ഞാൻ എന്തായാലും ഇല്ല. കഴിഞ്ഞ ആഴ്ച നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്?
ഹലോ ഹലോ സോണിയ, നീ ഇന്ന് ബൈബിൾ ക്ലാസ്സിന് പോകുന്നുണ്ടോ? എനിക്ക് വയ്യ, ഞാൻ വരുന്നില്ലേ. നീ ഇല്ലേ? എങ്കിൽ പിന്നെ ഞങ്ങളൊന്നും വരുന്നില്ല. ഒരു മിനിറ്റേ മോളെ, ഇന്നിനിയിപ്പോൾ പോണ്ട, അടുത്ത ആഴ്ച ബൈബിൾ ക്ലാസ്സിന് പോവാം. പിന്നെ നീ ഇന്ന് സഭയിൽ നടന്ന കാര്യം അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞില്ല, പറ. എൻ്റെ വചനം ഒരു ഭാരമാണ്, ഒരു സമ്മാനമാണ്. ഞാൻ അവരോട് സംസാരിക്കാൻ എത്ര ആഗ്രഹിക്കുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ. യേശു നിശബ്ദമായി ആ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നടന്നു. അപ്പാ, ഇന്നും കുടുംബ പ്രാർത്ഥന ഇല്ലേ? ഇപ്പം പറ്റത്തില്ല. റൊണാൾഡോ എപ്പം വേണേലും ഗോൾ അടിച്ചേക്കാം. മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Ronaldo. Oh, genius! ഗോൾ കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. അമ്മ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഒരു മിനിറ്റ് മോളെ, ഞാൻ ഈ റീലൊന്ന് അപ്ലോഡ് ചെയ്തോട്ടെ. തികഞ്ഞ പ്രാർത്ഥനകളല്ല എനിക്ക് വേണ്ടത്. എൻ്റെ മക്കൾ അവരുടെ ദിവസത്തിൽ എനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചാൽ മതി. അവൻ തൻ്റെ യാത്ര തുടർന്നു അടുത്ത വീട്ടിലേക്ക് നടന്നു. അബി, കഴിഞ്ഞ സൺഡേയിലെ മെസ്സേജ് നന്നായിരുന്നു അല്ലേ? അതെ. ഹേ ആൻഡ്രിയ, ഹേ അബിഗേൽ. ഹായ്. ഇവനെ നമുക്കറിയാലോ. അതെ, അവനവന്റെ ട്രൂ ഐഡന്റിറ്റി അറിഞ്ഞു. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ കഴിഞ്ഞ സൺഡേ നമ്മൾ പഠിച്ചതല്ലേ, Deuteronomy 22:5 A woman must not wear men's clothing nor a man to wear women's clothing. പക്ഷെ അവനും ഒരു മനുഷ്യനല്ലേ, അവനും ഇഷ്ടങ്ങളില്ലേ? കാലം മാറിയല്ലോ. ആളുകൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ അവള് പറയുന്നതായിരിക്കും ശരി. ഞാൻ അനാവശ്യമായിട്ട് ജഡ്ജ് ചെയ്യുന്നതായിരിക്കാം. ഇപ്പോൾ സൺഡേ സ്കൂളിൽ പഠിച്ചത് ഇന്നത്തെ കാലത്ത് അത്ര പ്രസക്തമല്ലായിരിക്കാം. അതെ അബി, ഒരുപക്ഷെ നീ പറയുന്നതായിരിക്കും ശരി. എൻ്റെ വചനം പലരും കേൾക്കുന്നു. എന്നാൽ ലോകത്തിൻ്റെ ശബ്ദം കൂടുതൽ മധുരമായി തോന്നുമ്പോൾ അവർ അതിനെ വേഗം മറന്നുപോകുന്നു. യേശു വീണ്ടും മുന്നോട്ട് നടന്നു. ഗുഡ് മോർണിംഗ് സർ. എൻ്റെ ജോലി അപേക്ഷയുടെ കാര്യം എന്തെങ്കിലും തീരുമാനമായോ? ഗുഡ് മോർണിംഗ്, ഇരിക്കൂ. നിങ്ങളുടെ റെസ്യൂമെയൊക്കെ കൊള്ളാം, പക്ഷെ അപേക്ഷക്കാർ ഒരുപാടുണ്ട്. സർ, എനിക്ക് ജോലി വളരെ അത്യാവശ്യമാണ്. എൻ്റെ കുടുംബം മുഴുവൻ എന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ദയവായി എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ? ജോലിയൊക്കെ തരാം, പക്ഷെ കുറച്ച് സഹായം വേണ്ടി വരും. സർ, ഇത് കൈക്കൂലിയല്ലേ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ കോമണാണ്. ജോലി വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തേ പറ്റൂ. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വേറെ വഴിയില്ല. സർ, ഇനി ഈ ജോലി എനിക്ക് ഉറപ്പാണല്ലോ? സത്യസന്ധത പ്രയാസമാണെന്ന് തോന്നുമ്പോൾ പലരും എളുപ്പവഴി തിരഞ്ഞെടുക്കുന്നു. എന്നാൽ എൻ്റെ വഴിയിൽ നടക്കാൻ ഞാൻ എൻ്റെ മക്കളെ വിളിക്കുന്നു. വിശ്വാസം സഭാ-ഹാളിന്റെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അത് നിങ്ങളുടെ വീടുകളിലും തിരഞ്ഞെടുപ്പുകളിലും ദിവസേനയുള്ള ജീവിതത്തിലും കാണപ്പെടേണ്ടതാണ്. ഞാൻ അന്വേഷിക്കുന്നത് തികഞ്ഞ മനുഷ്യരെയല്ല,
ആത്മാർത്ഥ ഹൃദയങ്ങളെയാണ്. ഇന്ന് ഈ സ്ഥലം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഈ ചുമരുകൾക്കുള്ളിൽ തന്നെ നിലനിൽക്കുമോ? അതോ വരാനിരിക്കുന്ന ദിവസങ്ങളിലേക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ? ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം വന്ദനം. നിങ്ങൾക്ക് യോനാപ്പച്ചനെ അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പരിചയപ്പെട്ടു തരാം. അമിതയുടെ മകനായ യോനാപ്പച്ചനോട് ദൈവം പറഞ്ഞു, നിനവേ പോയി തെറ്റുകളെ കുറിച്ച് പറയാൻ. യോനാപ്പച്ചൻ അനുസരണക്കേട് കാണിച്ച് ഷിപ്പിൽ കയറി തർശീശിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പം ദൈവം കാറ്റും മഴയും വീശി. ബോട്ടിലുള്ള എല്ലാവരും പേടിച്ചു പോയി. അവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ ദൈവമേ രക്ഷിക്കണേ, എൻ്റെ ദൈവമേ രക്ഷിക്കണേ. അവസാനം അവർ ചീത്തിടാൻ തീരുമാനിച്ചു. അവരെല്ലാവരെയും വിളിച്ചു. അവർ നോക്കിയപ്പം യോനാപ്പച്ചൻ മാത്രം ഷിപ്പിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്നു. അവർ യോനാപ്പച്ചനെയും കൂടെ കൂട്ടി ചീത്തിട്ടു. നിങ്ങൾക്ക് ആരുടെ പേരാ വീണേ അറിയാമോ? യോനാപ്പച്ചൻ്റെ പേരാ വീണേ. യോനാപ്പച്ചൻ പറഞ്ഞു, കാറ്റിൻ്റെയും കടലിൻ്റെയും ദൈവത്തിനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഷിപ്പിലുള്ള എല്ലാവരും പേടിച്ചു പോയി. യോനാപ്പച്ചൻ പറഞ്ഞു, എന്നെ ഷിപ്പിൽ നിന്ന് കടലിലോട്ടെടുത്തിടാൻ. വേറെ വഴിയില്ലാതെ അവർ കടലിലോട്ടെടുത്തിട്ടു. പക്ഷേ ദൈവം യോനാപ്പച്ചനെ വിഴുങ്ങാൻ വലിയ മീമീനെ വെച്ചിട്ടുണ്ടായിരുന്നു. യോനാപ്പച്ചൻ വീണതും മീമി വന്ന് വിഴുങ്ങി. യോനാപ്പച്ചൻ 3 days 3 nights മീമിൻ്റെ വയറ്റിൽ കിടന്നു. പ്രാർത്ഥിച്ചിട്ട് സോറി പറഞ്ഞു. ദൈവം പറഞ്ഞു, മീമിയുടെ അടുത്ത് ദൈവം പറഞ്ഞു, ശീശോറി കൊണ്ട് ശ്രദ്ധിച്ചു വെക്കാൻ. മീമി ശീശോറി കൊണ്ട് ശ്രദ്ധിച്ചു വെച്ചു. യോനാപ്പച്ചൻ അവിടെ എഴുന്നേറ്റിട്ട് നിനവേ പോയിട്ട് നിനവേ ചെന്ന് ആൾക്കാരുടെ തെറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇതിൽ എന്തോ മനസ്സിലായേ? നമുക്കാർക്കും ദൈവത്തിൻ്റെ കൽപ്പനയിൽ ഓടിപ്പോവാൻ പറ്റത്തില്ല. നമ്മൾ ഇരുട്ടിലായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മൾ സോറി പറഞ്ഞാൽ ദൈവം, നമ്മൾ ഹൃദയം കൊണ്ട് സോറി പറഞ്ഞാൽ ദൈവം നമ്മുടെ അടുത്ത് ക്ഷമിക്കും. Our God is merciful Lord. He loves everyone. Thank you. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പഴയ നിയമകാലത്തെ അടിസ്ഥാനമാക്കി ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഭംഗിയുള്ളതും അതിശയമായെത്തിയ എരിഹോവിൻ്റെ ശാപമെന്ന ഇതാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. യോശുവ 6-ാമത്തെ അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഏകാബിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടോ? ആകാശത്തോളം ഉയർന്നിരുന്ന എരിഹോ പട്ടണത്തെ
തകർന്നു വീഴുന്നത് നിങ്ങൾ കണ്ടോ? ദൈവത്തിൻ്റെ പെട്ടകം ചുമർന്ന് പുരോഹിതന്മാർ കാഹളം മുഴക്കി 7 നാൾ 7 വട്ടം വലം വെച്ച് കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ സിംഹാസനത്തിന് മുന്നിൽ അത് തകർന്നു വീഴുന്നത് നിങ്ങൾ കണ്ടോ? പക്ഷേ നിങ്ങൾ ഓർക്കുക, ഇസ്രായേൽ ജനമേ ഓർക്കുക, ഈ മണ്ണ് ശാപഗ്രസ്തമായ മണ്ണാണ്. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചിറങ്ങിയ ഭൂമിയാണിത്. ഇവിടെ നശിപ്പിക്കപ്പെടണം. അക്കാലത്ത് യോശുവയെ ഞാൻ ഇതാ ശബ്ദം ചെയ്യുന്നു, ഈ കോട്ടയുടെ കല്ല് ഇനിമേൽ ഏവനെങ്കിലും പണിയുവാൻ തുടങ്ങിയാൽ അവൻ ശപിക്കപ്പെട്ടവനായി തീരും യഹോവയുടെ മുമ്പാകെ. അതുമാത്രമല്ല, ഇതിന് ഒരു വലിയൊരു ശാപം കൂടെയുണ്ട്. അവൻ ഈ കോട്ടയുടെ കല്ലുകൾ പറക്കി അത് പണിയുവാൻ തുനിയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകനെ അവൻ നഷ്ടമാകും. അത്രമാത്രം കൊണ്ട് തീരില്ല. അതുപോലെ തന്നെ അവൻ ഈ കോട്ടയുടെ കതകുകൾ വയ്ക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഇളയ മകനെയും അവന് നഷ്ടമാകും. ഇത് സൈന്യമായ യഹോവയുടെ കോപമാണ്. ഭയപ്പെടേണ്ട ഇസ്രായേൽ ജനമേ, ഭയപ്പെടേണ്ട. നമ്മോട് തന്ന ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ നടന്നാൽ മാത്രം മതി. നമ്മൾ ഭയപ്പെടാൻ പാടില്ല. നമ്മുടെ കൂടെ യഹോവ എപ്പോഴും ഉണ്ടാകും. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. ആമേൻ. वो
ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. जय जय नाम यीशु नाम गाओ मैं सुबह शाम. जय जय नाम यीशु नाम गाओ मैं सुबह शाम. बलहीन का सहारा पापियों का दोस्त है तू. यीशु तू है कितना प्यारा, शब्द ना कैसे बताऊं. जय जय नाम यीशु नाम गाओ मैं सुबह शाम. जय जय नाम यीशु नाम गाओ मैं सुबह शाम. പാവങ്ങൾ പോകവേ ശാപങ്ങൾ നീക്കവേ ഭൂലോകം വന്നാരയ്യ. മരിതരെ നീക്കവേ പരലോകം തീർക്കവേ സിലുവരെ സുമന്താരയ്യ. കണ്ണീര് തുടർത്താരയ്യ, സന്തോഷം തന്നാരയ്യ. കണ്ണീര് തുടർത്താരയ്യ, സന്തോഷം തന്നാരയ്യ. എന്തൻ യേശുവേ, 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 എന്തൻ യേശുവേ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ